ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂലൈ 5 ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യത്തെ വീഡിയോ ചെയ്തപ്പോൾ ബഷീറുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയ കാര്യങ്ങൾ ആ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തതാണ്. രണ്ടാമത്തെ വീഡിയോയിൽ കുറച്ചുകൂടി ടഫായ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നില്ല, അത് ഓൾറെഡി ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തതാണ്. ഇനി നമുക്ക് കുറച്ചുകൂടി പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് സ്ഥിരമായി കാണുന്നവർക്കറിയാം, നമ്മുടെ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വിന്നേഴ്സിനെ നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നറെ ഈ വീഡിയോയുടെ അവസാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. ഇനി നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ബഷീറിനെ സുൽത്താൻ എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ബഷീർ തന്നെയാണ്. അതായത് ബഷീർ തന്നെയാണ് അദ്ദേഹത്തെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത്. സ്വയം വിശേഷിപ്പിച്ചതാണ് അദ്ദേഹം. അപ്പോൾ മറക്കരുത്, പ്രധാനപ്പെട്ട ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണിത്. ബഷീറിനെ ആദ്യമായി സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ബഷീർ തന്നെയാണ്. രണ്ടാമത്തെ ചോദ്യം: ബഷീറിന്റെ യഥാർത്ഥ പേരെന്താണ്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ യഥാർത്ഥ പേരെന്ത്? ബഷീറിന്റെ യഥാർത്ഥ പേര് കൊച്ചു മുഹമ്മദ് എന്നാണ്. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കൊച്ചു മുഹമ്മദ്. മൂന്നാമത്തെ ചോദ്യം: ഭാര്യയും മക്കളും ബഷീറിനെ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് എങ്ങനെയാണ്? ഉത്തരം താത്ത. ഭാര്യയും മക്കളും ബഷീറിനെ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് താത്ത എന്നാണ്. ചോദ്യം നമ്പർ 4: ഉജ്ജീവനം വാരികയിൽ ബഷീർ ഏത് തൂലികാനാമത്തിലാണ് ലേഖനങ്ങൾ എഴുതിയിരുന്നത്? ഉത്തരം ഭാരതീയൻ. ഉജ്ജീവനം വാരികയിൽ ബഷീർ ഭാരതീയൻ എന്ന തൂലികാനാമത്തിലാണ് ലേഖനങ്ങൾ എഴുതിയിരുന്നത്. ബഷീർ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച തീവ്ര ദേശീയ വാരികയാണ് ഉജ്ജീവനം എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഉജ്ജീവനം ആരുടെ വാരികയാണെന്ന് ചോദിച്ചാൽ ബഷീർ എന്ന് ഉത്തരം എഴുതാൻ സാധിക്കണം. അതിൽ ബഷീർ ഏത് തൂലികാനാമത്തിലാണ് ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഭാരതീയൻ എന്നാണ്. ചോദ്യം നമ്പർ 5: ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ്? ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗീതജ്ഞൻ KL സൈഗൽ ആണ് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ സോജ രാജകുമാരി എന്ന ഗാനമാണ് ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനമായി പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ഈ വീഡിയോ കണ്ടു തീർത്ത ഉടൻ തന്നെ അതുകൂടി കാണുക. ആറാമത്തെ ചോദ്യം: ബഷീറിൻ്റെ ജീവചരിത്ര ഗ്രന്ഥമായ ബഷീറിൻ്റെ ഐരാവതങ്ങൾ രചിച്ചത് ആരാണ്? ഉത്തരം EM അഷറഫ്. ബഷീറിൻ്റെ ജീവചരിത്ര ഗ്രന്ഥമായ ബഷീറിൻ്റെ ഐരാവതങ്ങൾ രചിച്ചത് EM അഷറഫ് ആണ്. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ബഷീറിനെ കുറിച്ച് ONV കുറുപ്പ് എഴുതിയ കവിത ഏതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഉത്തരം എൻ്റെ ബഷീർ. അതായത് ബഷീറിനെ കുറിച്ച് ONV കുറുപ്പ് എഴുതിയ കവിതയുടെ പേര് എൻ്റെ ബഷീർ എന്നാണ്. അടുത്ത ചോദ്യം: ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം MA റഹ്മാൻ. ബഷീർ ദ മാൻ എന്നാണ് ഡോക്യുമെൻ്ററിയുടെ പേര്. അത് സംവിധാനം ചെയ്തിരിക്കുന്നത് MA റഹ്മാൻ ആണ്. ഡോക്യുമെൻ്ററിയുടെ പേരും സംവിധാനം ചെയ്ത ആളുടെ പേരും മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യം നമ്പർ 9: ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന പുസ്തകം എഴുതിയ സാഹിത്യ വിമർശകൻ ആരാണ്? ഉത്തരം MK സാനു. ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന പുസ്തകം എഴുതിയ സാഹിത്യ വിമർശകൻ്റെ പേരാണ് MK സാനു. 10ാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ സിമ്പിളായ ചോദ്യമാണ്. ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും. അറിയാത്തവർ ഇപ്പോൾ തന്നെ പഠിക്കുക. ബഷീറിൻ്റെ ആത്മകഥയുടെ പേര് ഓർമ്മയുടെ അറകൾ എന്നാണ്. 10ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓർമ്മയുടെ അറകൾ. ചോദ്യം നമ്പർ 11. ബഷീറിൻ്റെ ഭാര്യ ഫാബി ബഷീർ എഴുതിയ ആത്മകഥ ഏതാണ്?
ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബഷീറിൻ്റെ ആത്മകഥയുടെ പേരാണ് നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ ഓർമ്മയുടെ അറകൾ. ബഷീറിൻ്റെ ഭാര്യ ഫാബി ബഷീർ എഴുതിയ ആത്മകഥയുടെ പേര് ബഷീറിൻ്റെ എടിയെ എന്നാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഉത്തരം ബഷീറിൻ്റെ എടിയെ. ചോദ്യം നമ്പർ 12. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി ഏതാണ്? ഏത് വർഷമാണ് അത് പ്രസിദ്ധീകരിച്ചത്? ഉത്തരം പ്രേമലേഖനം. 1942 ഇത് പ്രസിദ്ധീകരിച്ചത്. ബഷീറിൻ്റെ ആദ്യത്തെ കൃതി പ്രേമലേഖനം പ്രസിദ്ധീകരിച്ചത് 1942. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ബഷീറിന് ആദ്യമായി മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 1993. ബഷീറിന് ആദ്യമായി മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ചത് 1993. 14ാമത്തെ ചോദ്യം. കാലിക്കറ്റ് സർവകലാശാല ബഷീറിന് ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ച വർഷം ഏതാണ്? ഉത്തരം 1987. കാലിക്കറ്റ് സർവകലാശാല ബഷീറിന് ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ച വർഷം 1987. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുന്നു. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. ഇതുപയോഗിച്ച് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുന്നതാണ്. അവസാനത്തെ ചോദ്യം. ഇത് കഴിഞ്ഞാലുടൻ ബോണസ് ചോദ്യമാണ്. ബഷീറിൻ്റെ ബാല്യകാല സഖിക്ക് അവതാരിക എഴുതിയ പ്രശസ്ത നിരൂപകൻ ആരാണ്? ഉത്തരം MP പോൾ. ബഷീറിൻ്റെ ബാല്യകാല സഖിക്ക് അവതാരിക എഴുതിയ പ്രശസ്ത നിരൂപകൻ്റെ പേരാണ് MP പോൾ. ഇതെല്ലാ വർഷവും ചോദിക്കുന്ന ചോദ്യമാണ്, ഓർത്തിരിക്കുക. ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ്. ഭാർഗവീ നിലയം എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണ്? ഭാർഗവീ നിലയം എന്ന സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ചോദ്യത്തിന് സാധ്യതയുള്ളത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിലെ ബോണസ് ചോദ്യം. ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. ഇനി നമുക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരവും വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു. മജീദും സുഹറയും എന്നീ കഥാപാത്രങ്ങൾ ബഷീറിൻ്റെ ഏത് നോവലിലേതാണ്? ശരിയായ ഉത്തരം ബാല്യകാല സഖിയാണ്. ഇനി ആരൊക്കെയാണ് സെലക്ട് ചെയ്യപ്പെട്ട വിന്നേഴ്സ് എന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് അഞ്ജിത് ലാൽ A, കൈലാസ്, നിരഞ്ജന, മായിസ്, ഹംദാൻ, സൂര്യശ്രീ, അഞ്ജന്യ, അതുപോലെ തന്നെ അമിക SJ, പൃഥ്വിക്, അൻവിയ, നിയ TT, മുഹമ്മദ് ആദിഷ് K, ആർഷ എന്നിവരാണ്. ഇതേപോലെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത്. ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ വീഡിയോ പറ്റുകയാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ മറ്റ് വീഡിയോസ് കാണാത്തവർ ഇപ്പോൾ തന്നെ പോയി ആ വീഡിയോസ് കാണുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒരിക്കൽ കൂടി ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.